ഇന്നു നമുക്ക് മൾട്ടിപ്പിൾ ആൻഡ് സബ്മൾട്ടിപ്പിൾ ആംഗിൾസ് എന്ന സെക്ഷനിലെ കുറച്ച് പ്രോബ്ലംസ് കൂടെ പരിചയപ്പെടാം. First problem, prove that sin 5x minus 2 into sin 3x plus sin x divided by cos 5x minus cos x is equal to tan x. In this question, you have to prove that sin 5x minus 2 sin 3x plus sin x divided by cos 5x minus cos x is equal to tan x. Here the LHS is sin 5x minus 2 sin 3x plus sin x divided by cos 5x minus cos x. ഡിനോമിനേറ്ററിൽ നമ്മൾ കോസ് സി മൈനസ് കോസ് ഡി ഫോർമുല അപ്ലൈ ചെയ്യും. ന്യൂമറേറ്ററിൽ സൈൻ സി പ്ലസ് സൈൻ ഡി ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് സൈൻ 5x-നെയും സൈൻ എക്സിനെയും അടുപ്പിച്ചെഴുതുന്നു. ദർഫോർ ദിസ് ഇസ് ഈക്വൽ ടു സൈൻ 5x പ്ലസ് സൈൻ എക്സ്, പിന്നീടുള്ളത് മൈനസ് 2 സൈൻ 3x. ന്യൂമറേറ്റർ ജസ്റ്റ് അറേഞ്ച് ചെയ്യുന്നു. സൈൻ 5x പ്ലസ് സൈൻ എക്സ് മൈനസ് 2 സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 5x മൈനസ് കോസ് എക്സ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോർമുല സൈൻ സി പ്ലസ് സൈൻ ഡിയും കോസ് സി പ്ലസ് കോസ് ഡിയുമാണ്. Now sin c plus sin d is 2 sin c plus d by 2 cos c minus d by 2 and cos c minus cos d is minus 2 sin c plus d by 2 sin c minus d by 2. Therefore, this expression becomes ആദ്യത്തേത് സൈൻ സി പ്ലസ് സൈൻ ഡി, സിയുടെ സ്ഥാനത്ത് 5x, ഡിയുടെ സ്ഥാനത്ത് എക്സ്, 2 സൈൻ സി പ്ലസ് ഡി by 2 cos c minus d by 2 minus 2 sin 3x divided by cos 5x minus cos x, cos c minus cos d, c യുടെ സ്ഥാനത്ത് 5x, d യുടെ സ്ഥാനത്ത് x, minus 2 sin 5x plus x by 2 into sin 5x minus x by 2. Just to simplify, this is equal to 2 sin 5x plus x 6x by 2 3x cos 5x minus x 4x by 2 2x minus 2 sin 3x divided by minus 2 sin 5x plus x 6x by 2 is 3x sin 5x minus x 4x by 2 is 2x. 5x plus x by 2 3x എന്നും 5x minus x by 2 2x എന്നും സിംപ്ലിഫൈ ചെയ്തെഴുതി. In the numerator 2 sin 3x is common. Therefore 2 sin 3x common എടുക്കുമ്പോൾ cos 2x minus 1 എന്ന് വരും. ഡിനോമിനേറ്ററിൽ മൈനസ് 2 സൈൻ 3x ഇൻറ്റു സൈൻ 2x. 2 സൈൻ 3xും 2 സൈൻ 3xും കട്ടാവും. ബാക്കിയുള്ളത് എഴുതുമ്പോൾ കോസ് 2x മൈനസ് 1 ബൈ മൈനസ് സൈൻ 2x എന്ന് വരും. നൗ കോസ് 2x ഈസ് 1 മൈനസ് 2 സൈൻ സ്ക്വയർഡ് x. cos 2x is 1 minus 2 sin squared x minus 1 by minus sin 2x is 2 sin x cos x. ഇവിടെ നമ്മൾ രണ്ട് ഫോർമുല അപ്ലൈ ചെയ്തു. cos 2x is 1 minus 2 sin squared x and sin 2x is 2 sin x cos x. 1ഉം 1ഉം ക്യാൻസൽ ആവും. minus 2 sin squared x divided by minus 2 sin x into cos x. മൈനസ് 2 മൈനസ് 2 കട്ടാകും. ഒരു സൈൻ എക്സും ഒരു സൈൻ എക്സും കട്ടാവും. മേളിൽ സൈൻ സ്ക്വയർഡ് എക്സ് ആണ്, അതിലെ ഒരു സൈൻ എക്സും ഒരു സൈൻ എക്സും കട്ടാവും. പിന്നീട് ബാക്കിയുള്ളത് സൈൻ എക്സ് ബൈ കോസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ്, ദാറ്റ് ഈസ് ദ RHS. Second problem, prove that cos 6x is equal to 32,
cos raised to 6x minus 48 cos raised to 4x plus 18 cos squared x minus 1. Here we have to prove that cos 6x is equal to 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos squared x minus 1. LHS is equal to cos 6x. 6xനെ നമ്മൾ മൾട്ടിപ്പിൾ ആംഗിളായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് 6xനെ 3 into 2x എന്ന് എഴുതുന്നു. 3 into 2x. 6x is 3 into 2x. ഈ 2xനെ നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇത് cos 3x എന്നുള്ള ഫോർമുലയാണ്. Now cos 3x is equal to 4 cos cube x minus 3 cos x. Cos 3x is equal to 4 cos cube x minus 3 cos x. ഇവിടെ xന്റെ സ്ഥാനത്ത് 2x ആണ്. Therefore, cos 3 into 2x becomes 4 cos cube 2x minus 3 cos 2x. ഇവിടെ നമ്മൾ cos 3xന്റെ ഫോർമുലയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ എക്സിന്റെ സ്ഥാനത്ത് 2x ആണ്. Now cos 2xന് പല ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ റിക്വയർഡ് ആൻസർ കോസിലായതുകൊണ്ട് റിക്വയർഡ് ആൻസറിലെല്ലാം കോസ് ആയതുകൊണ്ട് cos 2x is equal to 2 cos squared x minus 1 എന്ന റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. Now this is equal to 4 cos cube 2x. Cos 2x is 2 cos squared x minus 1 അതിൻ്റെ ക്യൂബ് cos cube 2x. cos 2xന്റെ ക്യൂബ് 2 cos squared x minus 1 ആണ് cos 2x അതിൻ്റെ ക്യൂബ് മൈനസ് 3 cos 2x. cos 2x is 2 cos squared x minus 1. ഓക്കെ, ഇവിടെ a minus b the whole cube അതിൻ്റെ എക്സ്പാൻഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. a minus b the whole cube is a cube minus 3a square b plus 3ab square minus b cube. a minus b the whole cube is a cube minus 3a square b plus 3ab square minus b cube. This is equal to 4 into ഇവിടെയാണ് നമ്മൾ a minus b the whole cubeൻ്റെ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യുന്നത്. എയുടെ സ്ഥാനത്ത് 2 cos squared x, ബിയുടെ സ്ഥാനത്ത് 1 2 cos square x the whole cube minus 3 into a square b 2 cos square x 2 cos squared x the whole square into 1 plus 3ab square 3 into 2 cos squared x into 1 square minus 1 cube. അതായത് 2 cos squared x minus 1 the whole cubeന് a minus b the whole cubeൻ്റെ എക്സ്പാൻഷൻ കൊടുത്തു. ബാക്കി minus 3 into 2 cos squared x minus 1 അകത്തോട്ട് ഇൻറ്റു ചെയ്യുന്നു. minus 3 into 2 cos squared x minus 6 cos squared x minus 3 into minus 1 plus 3. Now this is equal to 4 into 2 cos square x the whole cube 2ന്റെ ക്യൂബ് 8 cos square x the whole cube cos raised to 6x a raised to m the whole raised to n is a raised to mn 2 into 3 6 minus 3 into 2 cos square x the whole square 2 square is 4 cos square x the whole square is cos raised to 4x into 1 plus 3 into 2 cos squared x into 1 square 6 cos squared x minus 1 minus 6 cos squared x plus 3. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 4 into 8 32 cos raised to 6x 4 into 3 into 4 4 into 3 12 into 4 48 cos raised to 4x 4 into 6 24 cos squared x 4 into minus 1 minus 4 minus 6 cos squared x plus 3. Like terms simplify. This is equal to
32 cos raised to 6x minus 48 cos raised to 4x. 24 cos squared x minus 6 cos squared x. 24 cos squared x minus 6 cos squared x is 18 cos squared x. Last one, minus 4 plus 3 is minus 1. Therefore, the answer is 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos squared x minus 1. That is the RHS. Third problem, prove that tan 4x is equal to 4 tan x into 1 minus tan squared x divided by 1 minus 6 tan squared x plus tan raised to 4x. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് tan 4x is equal to 4 into 1 minus tan squared x divided by 1 minus 6 tan squared x plus tan raised to 4x എന്നാണ്. Now tan 4xനെ tan 2 into 2x എന്ന് എഴുതാം. tan 4x is equal to tan 2 into 2x. അപ്പോൾ 4xനെ 2 into 2x എന്ന് എഴുതണം. അതേസമയം 6x ആണെങ്കിൽ 3 into 2x എന്ന് എഴുതണം. Now tan 2xന്റെ ഫോർമുല tan 2x is equal to 2 tan x divided by 1 minus tan squared x എന്നുള്ളതാണ്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോണേ. പക്ഷേ ഇവിടെ 2 into 2x ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് 2x ആണ്. Therefore, this is equal to 2 tan 2x divided by 1 minus tan square 2x. എക്സിൻ്റെ സ്ഥാനത്ത് 2x ആണ്. Therefore, 2 tan 2x divided by 1 minus tan square 2x. വീണ്ടും tan 2xന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 2 into 2 tan x divided by 1 minus tan squared x divided by 1 minus tan square 2x. Tan 2x the whole square. Tan 2x is 2 tan x by 1 minus tan squared x. അതിൻ്റെ സ്ക്വയർ വരും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 2 into 2 4 tan x divided by 1 minus tan square x. ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ സെപ്പറേറ്റ് ചെയ്യാം. സ്ക്വയർ സെപ്പറേറ്റ് ചെയ്യാം. 1 minus 2 tan x the whole square 4 tan square x by 1 minus tan square x the whole square. സ്ക്വയർ ഡിനോമിനേറ്ററിനും ന്യൂമറേറ്ററിനും ചേർത്തുള്ളതാണ്. സെപ്പറേറ്റ് ചെയ്യുന്നു. 2 tan xന്റെ സ്ക്വയർ 4 tan squared x 1 minus tan squared xന്റെ സ്ക്വയർ 1 minus tan squared x the whole square. ശ്രദ്ധിക്കുക, tan 4xനെ tan 2 into 2x എന്ന് എഴുതി tan 2xന്റെ ഫോർമുല അപ്ലൈ ചെയ്തു. ആ റിസൾട്ടിൽ tan 2x വീണ്ടും വന്നു. അതിൽ വീണ്ടും tan 2xന്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തു. ദിസ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ സിംപ്ലിഫിക്കേഷൻ ഇല്ല. 4 tan x divided by 1 minus tan squared x. ഡിനോമിനേറ്റർ നമ്മൾ ക്രോസ് ചെയ്യുന്നു. 1 minus tan square x the whole square minus 4 tan square x divided by 1 minus tan square x the whole square. Okay, now this is equal to 4 tan x divided by 1 minus tan square x. ഡിനോമിനേറ്ററിൽ a minus b the whole square. a square minus 2ab plus b square. a square is 1. 2ab 2 into 1 into tan square x 2 tan square x plus b square tan square x into square tan raised to 4x minus 4 tan square x divided by 1 minus tan square x the whole square. സിംപ്ലിഫിക്കേഷൻ ആകെ ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു. a minus b the whole square is a square minus 2ab plus b square. പിന്നെ ബാക്കിയുള്ള minus 4 tan square x. ബാക്കി എല്ലാ ടേംസും അതേപോലെ തന്നെ എഴുതി. Now this is equal to ന്യൂമറേറ്ററിൽ സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല. 4 tan x divided by 1 minus tan squared x. ഡിനോമിനേറ്ററിൽ 1 minus 2 tan square x minus 4 tan squared x is minus 6 tan squared x plus
tan raised to 4x by 1 minus tan squared x the whole square. ആകെ സിംപ്ലിഫിക്കേഷൻ ഇവിടെ മാത്രമായിരുന്നു. 1 minus 2 tan squared x minus 4 tan squared x is minus 6 tan squared x plus tan raised to 4x. ഇനി ഫ്രാക്ഷൻ്റെ ഡിവിഷന് പകരം ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു 4 tan x by 1 minus tan square x, that is the numerator, into ഈ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്നു, അതുകൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 1 minus tan squared x the whole square my 1 minus 6 tan squared x plus tan raised to 4x. ഓക്കെ, ഒരു 1 minus tan squared x ഒരു 1 minus tan squared x കട്ടാവുന്നു. മേളിൽ 1 minus tan squared x the whole square ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 4 tan x into 1 minus tan squared x by 1 minus 6 tan squared x plus tan raised to 4x. That is the RHS. Fourth problem, find the value of tan pi by 8. Here we have to find the value of tan pi by 8. Let x be pi by 8. Pi by 8നെ x ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം tan 2xൻ്റെ ഫോർമുല, tan 2x is equal to 2 tan x by 1 minus tan squared x. Tan 2x is equal to 2 tan x by 1 minus tan squared x. Xൻ്റെ pi by 8 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. Tan 2 into pi by 8 is equal to 2 tan pi by 8 by 1 minus tan square pi by 8. എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 8 ഒന്ന് കൊടുക്കുന്നു. നൗ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ പൈ ബൈ 4 2 ഇൻറ്റു പൈ ബൈ 8. 2 മെട്ടോടെ ക്യാൻസൽ ആകുമ്പോൾ ടാൻ പൈ ബൈ 4 ഇസ് ഈക്വൽ ടു 2 ടാൻ പൈ ബൈ 8 ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 8. ആൻഡ് ദ വാല്യൂ ഓഫ് ടാൻ പൈ ബൈ 4 ഈസ് 1. 2 ടാൻ പൈ ബൈ 8 ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 8. എക്സിന് പൈ ബൈ 8 എന്നുള്ള വാല്യൂ കൊടുത്ത ശേഷം ടാൻ 2xൻ്റെ ഫോർമുലയ്ക്കകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 8 എന്ന് കൊടുക്കുന്നു. ക്രോസ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 8 ഇൻറ്റു 1. 1 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 8 ഇസ് ഈക്വൽ ടു 2 ടാൻ പൈ ബൈ 8. Therefore, മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 8, ഈ ടേമാണ് ഞാൻ ആദ്യം എഴുതിയത്, മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 8. ഈ 2 ടാൻ പൈ ബൈ 8 ലെഫ്റ്റ് വരുമ്പോൾ മൈനസ് 2 ടാൻ പൈ ബൈ 8. 1 ഓൾറെഡി ലെഫ്റ്റിലാണ്, പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് ടാൻ പൈ ബൈ 8 ആക്കി വായിച്ചാൽ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമാണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a എന്ന് നമ്മൾ സൊല്യൂഷൻ എഴുതുന്നതിന് പകരം ഇവിടെ ടാൻ പൈ ബൈ 8 ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്ന് വരും. ഓക്കെ, ഇത് ടാൻ പൈ ബൈ 8ലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ടാൻ സ്ക്വയർ പൈ ബൈ 8, പിന്നെ ടാൻ പൈ ബൈ 8ൻ്റെ ഒരു ടേം, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ടേം. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a എന്ന് പറയുന്നതിന് പകരം ടാൻ പൈ ബൈ 8 ഈസ് ഈക്വൽ ടു എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എയുടെ സ്ഥാനത്ത് ടാൻ സ്ക്വയർ പൈ ബൈ 8ൻ്റെ കോഎഫിഷ്യൻറ്റ് -1, ബിയുടെ സ്ഥാനത്ത് ടാൻ പൈ ബൈ 8ൻ്റെ കോഎഫിഷ്യൻറ്റ് -2, സിയുടെ സ്ഥാനത്ത് കോൺസ്റ്റൻറ്റ് 1. ദെർഫോർ മൈനസ് ബി എന്ന് പറയുമ്പോൾ +2 റൂട്ട് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -2ൻ്റെ സ്ക്വയർ 4 -4 ഇൻറ്റു -1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -1. എ ഈസ് -1, ബി ഈസ് -2, സി ഈസ് 1. Okay, this is equal to 2 plus or minus root of 4 -4 into -1 plus 4 by -2. Okay, this is equal to 2 plus or minus root of 8 by -2.
This is equal to 2 plus or minus root 8 is 2 root 2 by minus 2. ഇനി ഞാൻ ഇതിനെ മൈനസ് 2 കൊണ്ട് കട്ട് ചെയ്യുകയാണ്. 2 by minus 2 plus or minus 2 root 2 by minus 2. മൈനസ് 2നെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുന്നു. 2 by minus 2 plus or minus 2 root 2 by minus 2. 2 by minus 2 is minus 1. Plus or minus 2 root 2നെ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 തന്നെ വരും. പ്ലസ് 2 റൂട്ട് 2നെ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് റൂട്ട് 2. മൈനസ് 2 റൂട്ട് 2നെ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പ്ലസ് റൂട്ട് 2. അതാണ് പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. ഓക്കെ, ഇനി ടാൻ പൈ ബൈ 8 ഈസ് ഈക്വൽ ടു, ലിസൺ, പൈ ബൈ 8 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന ആംഗിളാണ്. പൈ ബൈ 8 എന്ന് പറഞ്ഞാൽ 0 മുതൽ 90 വരെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. പൈ ബൈ 8 ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ടാൻ തീറ്റ പോസിറ്റീവാണ്. അപ്പോൾ ഈ -1 മൈനസ് റൂട്ട് 2 നെഗറ്റീവാണ്. അതേസമയം -1 പ്ലസ് റൂട്ട് 2 പോസിറ്റീവാണ്. -1 പ്ലസ് റൂട്ട് 2 അതായിരിക്കും ടാൻ പൈ ബൈ 8ൻ്റെ വാല്യൂ. -1 മൈനസ് റൂട്ട് 2 എന്ന് പറയുന്ന വാല്യൂ പോസിബിൾ അല്ലാത്തത് കൊണ്ട് അവോയ്ഡ് ചെയ്തു. അത് നെഗറ്റീവ് ആയതുകൊണ്ട് അവോയ്ഡ് ചെയ്തപ്പോൾ ടാൻ പൈ ബൈ 8 -1 പ്ലസ് റൂട്ട് 2 എന്ന് വരും. ടാൻ പൈ ബൈ 8 ഈസ് -1 പ്ലസ് റൂട്ട് 2.